നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടാവാം. നിങ്ങൾക്ക് എല്ലാവർക്കും മൂവിയെ കുറിച്ച് സംസാരിക്കാനുള്ള കുറച്ച് സമയം നമ്മൾ എടുക്കുകയാണ്. അതിനുശേഷം വിൽ സ്റ്റാർട്ട് ദ Q&A സെഷൻ. ആദ്യം തന്നെ പൊങ്കാല എന്ന് പറയുന്ന പേരിനെ കുറിച്ചാണ് ചോദിക്കാനുള്ളത്. ഏത് തരത്തിലുള്ള പൊങ്കാലയാണ്? നമ്മളൊക്കെ പറയുന്ന പൊങ്കാല ഇടൽ ആണ്. രണ്ടാമത്തത് പൊങ്കാല ഫെസ്റ്റിവൽ ആണ്. ഇതിൽ ഏത് പൊങ്കാലയാണ് നമ്മുടെ സിനിമ പൊങ്കാല? എല്ലാവർക്കും നമസ്കാരം. ഇത് ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു സിനിമയുടെ യാത്ര അവസാനിക്കുന്നത് ഒരു തിയേറ്റർ റിലീസിൽ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ആ യാത്ര അവസാനിക്കുന്ന പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഒരു സിനിമ എത്തുന്നത്. അതിൻ്റെ പ്രധാന ഘടകം നിങ്ങളാണ്, മീഡിയാസ്, പ്രേക്ഷകർ. രണ്ടാമത്തത് ആദ്യം മീഡിയയാണ് ഇത് കവറിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ സിനിമയും ഞങ്ങളും മീഡിയയോട് കടപ്പെട്ടിരിക്കുന്നു. മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ എല്ലാവിധ പിന്തുണയും തരുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്, ഞങ്ങൾ ടീമിവിടെ നിൽക്കുന്നത്. രണ്ടാമതായി എനിക്ക് പറയാനുള്ള പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ ശ്രീനാഥ് ബാസി, ബാബുരാജേട്ടൻ, അലൻ സീറേട്ടൻ, ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ, അവർക്കുള്ള പ്രേക്ഷകർ, അവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഓരോ നിമിഷവും ഒരുപാട് സ്വപ്നം കണ്ട് ഒരുപാട് കാലം സമയം, അതായത് നോർമൽ ഒരു സിനിമ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഞാൻ ഇതിനു വേണ്ടി എടുത്ത് അതിലൊരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. അതെല്ലാം കടന്ന് എന്നിവിടെ എത്തി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ശ്രീനാഥ് ബാസിയെ കുറിച്ചിട്ടാണ്. ശ്രീനാഥ് ബാസിയുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ എൻ്റെ സിനിമയിൽ, ഞാൻ ചെയ്ത പൊങ്കാല എന്ന സിനിമയിൽ ബാസിയുടെ പ്രസൻസ് വളരെ വലുതാണ്. അത് ഇപ്പോൾ വരുന്ന 30-ാം തീയതി നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ കഴിയും. ശ്രീനാഥ് ബാസി എൻ്റെ ലൊക്കേഷനിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വൈബ്, അദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു വളരെയധികം സന്തോഷമാണ് ഷൂട്ട് ചെയ്യാൻ നേരത്ത് ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറയട്ടെ. അപ്പോൾ ഇതിനേക്കാൾ ഇപ്പം ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി കൂടി ഞാൻ പറയാം. പൊങ്കാല എന്നത് ആക്ച്വലി ഒരു ഫെസ്റ്റിവലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സൺഡേ നമ്മൾ അതിനുവേണ്ടി സെലക്ട് ചെയ്തത്, റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സൺഡേക്കുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാലും അതൊരു ഫെസ്റ്റിവൽ ഹോളിഡേ ആണ്. അപ്പോൾ ഒരു സ്മോൾ ഹോളിഡേ അല്ലെങ്കിൽ ഫെസ്റ്റിവലായിട്ട് ഞാൻ അതിനെ കണക്കാക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ കണക്ക് കൂട്ടുന്നു. അപ്പോൾ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്ത് നമുക്കൊരു നല്ല സിനിമ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കഥയ്ക്കും ഇവ നേരത്തെ പറഞ്ഞ പോലെ ഒരു റിയൽ സ്റ്റോറിയാണ് ഇൻസ്പയർ ചെയ്ത് ഞാൻ ചെയ്തിരിക്കുന്നത്. സോ അതിനെ സത്യസന്ധമായി തന്നെ കഥ പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം 30-ാം തീയതി തിയേറ്ററിൽ കാണാം. എന്തായാലും എല്ലാവരുടെ സഹകരണം ഉണ്ടാവണം. എല്ലാവരും തിയേറ്ററിൽ വന്ന് എൻ്റെ സിനിമ കാണണം. താങ്ക് യു സോ മച്ച്. അപ്പോൾ നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ബാസി. യെസ്, മഞ്ഞുമല കഴിഞ്ഞിട്ട് അടുത്ത് ഒരു ട്രൂ ഇൻസിഡൻറ്റ് സ്റ്റോറി. ഇതാണ് നമ്മളെല്ലാവരും ഈ സിനിമയെ കുറിച്ച് പറയുന്നത്. മഞ്ഞുമല സൂപ്പർ ഡ്യൂപ്പർ ബ്ലംബർ, ലൈക്ക് എന്താ പറയുക, എന്ത് ഹിറ്റായിരുന്നു. അതുപോലെ ഒരു ഹിറ്റിലേക്ക് നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സിനിമയായി ഇത് മാറുമോ എന്നുള്ളതാണ്. എന്താണ് ബാസിയുടെ പ്രതീക്ഷ ഈ സിനിമയെ കുറിച്ച്? നമസ്കാരം. താങ്ക് യു ഓൾ ഫോർ കമ്മിങ്. ഈ സിനിമ ശരിക്കും ഞാനും ചെറുപ്പത്തിൽ വെച്ച് കേട്ടിട്ടുള്ള കഥയാണ്. അപ്പോൾ അതിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് പിന്നിലിത് ചെയ്തേക്കുന്നത്. അപ്പോൾ വിവ് ഡൺ അവർ ബെസ്റ്റ്. നമ്മൾ മാക്സിമം വർക്ക് ചെയ്തിട്ടുണ്ട്, കുറച്ചധികം ഓടിച്ചാടി പണിയെടുത്തിട്ടുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ് ബി എക്സൈറ്റിംഗ്. കുറച്ച് ഫിസിക്കലായിരുന്നു പടം. അപ്പോൾ ടീച്ചറിൽ ഞങ്ങൾ കണ്ടില്ല. അപ്പോൾ ഇറ്റ് വാസ് നൈസ്. അപ്പോൾ അങ്ങനെ ഈ ഇങ്ങനത്തെ ഒരു ട്രൂ സ്റ്റോറി എടുത്തിട്ട് അതിൽ എനിക്ക് അതുപോലെ തന്നെയാണെന്ന് പറയാൻ പറ്റില്ല പടം. അപ്പോൾ എനിക്കിടക്ക് മറ്റേ സൺഡേനെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും പറയണമെന്നുണ്ടായിരുന്നു. ഞാനത് എന്താണ്, അല്ല വേറെ പടമൊന്നും ഇല്ലാത്ത കാരണമാണ് പുറത്തിറങ്ങണത്. ഞായറാഴ്ചയുടെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വേണ്ട, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എനിക്ക്. നമ്മള് എല്ലാവരെയും പോലെ തന്നെ പടം ഒരു ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്ത് റിലീസ് ചെയ്യാൻ നോക്കാം. ഓരോരുത്തരുടെ കൺവീനിയൻസ് അനുസരിച്ചാണ് നമ്മൾ ഓരോ പടങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഐ റിയലി ഹോപ്പ് നമ്മുടെ സിനിമ ആൾക്കാർ തിയേറ്ററിൽ വന്ന് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും give this movie a chance. So
താങ്ക് യു. ഫൈറ്റിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം ചോദിക്കണം. കപ്പേളയിൽ ഭയങ്കര റോ അടിയായിരുന്നു, ചട്ടമ്പിയിലും. ഇതില് എങ്ങനെ അത്രയും അത് രാജശേഖർ മാസ്റ്റർ ആയിരുന്നു. അപ്പോൾ അതെ, പുള്ളിനോട് എന്ത് പറഞ്ഞാലും കേൾക്കൂല. ഞാൻ പറഞ്ഞു സാർ അതെങ്ങനെ ശരിയാവണം, അങ്ങനെ 10 പേരെ അടിച്ചു അത് മോശം സാർ പ്രശ്നമാക്കും അത്. അപ്പോൾ അല്ല കൺവിൻസിങ് ആയിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും പുള്ളി അതിനൊരു പരിപാടി കാണിച്ചിട്ട് എന്തുകൊണ്ടാണ് പുള്ളി എല്ലാവരും തല്ലണത് എന്ന് പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഭയങ്കര എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷൂട്ടായിരുന്നു. ഫൈറ്റ് സീൻസ് ഒരു ഷെഡ്യൂൾ മൊത്തം ഈ ഷോട്ട് ഫൈറ്റ്സ്. എത്ര ഫൈറ്റ് ഷൂട്ട് കളയണം? അത് എണ്ണി വെച്ചിട്ടുണ്ട്. അയാളൊക്കെ പറയാറുണ്ടായിരുന്നു 11 ഫൈറ്റ് ഉണ്ട് എന്റെ സിനിമയിൽ നിന്ന്. Alright, thank you so much and we wish all the best. And ബാബുവേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ മൂവിയാണ് എന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. ആൻഡ് നിങ്ങൾ രണ്ടുപേരും അടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഹണിബി 2-ന് ശേഷം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു ത്രൂ ഔട്ട് കോംബോ വരുന്ന ഒരു സിനിമയാണ് പൊങ്കാല, റൈറ്റ്? ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. ആദ്യമായി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങളൊക്കെയാണ് ഇത് ജനങ്ങളിലേക്കും പ്രേക്ഷകരിലേക്കും എത്തിക്കുന്നത്. അടുത്ത ഈ കുട്ടിയുടെ ചോദ്യത്തിനുള്ള മറുപടി. കാരണം ഞങ്ങളിപ്പോൾ എൻ്റെ ഇടയിൽ പറയായിരുന്നു ഹണിബി പോലെയുള്ള ഒരു സിനിമ, ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമ വരേണ്ട സമയമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം സംസാരിച്ചുകൊണ്ടിരുന്നുള്ളൂ. കാരണം അത് വേറൊരു സംഭവം നമുക്ക് മറക്കാൻ പറ്റില്ല. ഇപ്പോൾ തിരിച്ച് നമുക്ക് ഈ സിനിമയിലേക്ക് വന്നാൽ പനി അടിച്ച് കിടക്കായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ ഓടി വന്നാൽ അതിന് വേണ്ടിയിട്ട് ഈ സിനിമ ഇപ്പോൾ ഇവിടെ ഈ കുട്ടി ആദ്യം പറഞ്ഞ പോലെ ഇതൊരു സോങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ഈ ഞായറാഴ്ച റിലീസ് ചെയ്യുന്നു എന്നുകൂടാതെ ഞാൻ കാണുന്ന വേറൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. 32 വർഷം സിനിമയിൽ വന്നിട്ട് ഞാൻ തുടക്കം മുതൽ ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ ഫൈറ്റ് മാസ്റ്റർമാർ. ഈ രാജശേഖരൻ മാസ്റ്ററൊക്കെ അന്ന് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ എവിടെ പോയാലും ഇപ്പം മാസ്റ്റർമാരെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണ്. പക്ഷെ ഈ സിനിമയുടെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സോങ് ഫുൾ ഫൈറ്റിൻ്റെ കട്ട്സ് വെച്ചിട്ട് ഈ ഡയറക്ടർ ഇടാനുള്ളൊരു ധൈര്യം കാണിച്ചു. അത് വന്നപ്പോൾ എൻ്റെ അടുത്ത് പല ആൾക്കാരും പറഞ്ഞു ഇത്ര 4 മിനിറ്റൊക്കെയുള്ള സോങ് ആൾക്കാർ കാണുമോ? അപ്പം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അതങ്ങ് കയറി അങ്ങ് കൊളുത്തിയിട്ട് 1 മില്യൺ ഒറ്റ ദിവസം കൊണ്ട് അടിച്ചു. ദിവസം ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു സിനിമയിൽ. അത് ഈ പൊങ്കാല സിനിമ എടുത്തു പറയേണ്ട കാര്യം, അത് പല നമ്മുടെ ആർട്ടിസ്റ്റുകൾ അത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു. ആ സംഭവം അത് കാണാത്തൊരു മനുഷ്യനുമില്ല. അപ്പം അതിന് കാണിച്ച ആ ചങ്കൂറ്റവും അതുപോലെ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസും ഞാൻ എടുത്തു പറയേണ്ടതാണ്. കാരണം എനിക്ക് 10-500 സിനിമ ഫൈറ്റെങ്കിലും ചെയ്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു സിനിമകളിൽ. കാരണം ഇടികൊള്ളാത്ത സിനിമകളില്ലല്ലോ. കണ്ടു കഴിഞ്ഞാൽ എല്ലാ പടത്തിലും ഇത് തന്നെയാണ്. അപ്പോൾ ഒരു വർഷം ഒരു 50 എണ്ണം വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ ആവും. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈറ്റിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഇപ്പോൾ ഓരോ സിനിമയ്ക്കും കൊടുക്കുന്നുണ്ട്. അതിൽ വളരെ സന്തോഷം. കാരണം ഞങ്ങളുടെയൊക്കെ സമയത്ത്, തുടക്ക സമയത്ത് ഈ 94 കാലഘട്ടത്തിലൊക്കെ ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാസ്റ്റർ ഏൽപ്പിച്ചിട്ട് അപ്പം തന്നെ ഡയറക്ടർ ചെന്നൈക്ക് പോകും. കാരണം അത് ആ സമയത്ത് ഡയറക്ടർക്ക് അവിടെ യാതൊരില്ല. ഒരു 5 ക്യാൻ ഫിലിമിൽ തീർക്ക്, അല്ലെങ്കിൽ ഇത്രയും ആ ലെങ്ത് പറഞ്ഞിട്ട് പോകും, ഫുട്ടേജ് പറഞ്ഞിട്ട് പോകും, ഒരു 600 അടി അല്ലെങ്കിൽ ഒരു 300 അടി കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ഒരു ഫൈറ്റ് മാസ്റ്റർമാരൊന്നും ഡയറക്ടർമാരൊന്നും അവിടെ ഇരിക്കില്ല. വളരെ ചുരുക്കം ഡയറക്ടർമാർ മാത്രമേ ഇരിക്കുള്ളൂ. ബാക്കിയൊക്കെ ഈ പറയുന്ന പോലെ ഈ മാസ്റ്റർമാരുടെ പണിയാണ് അതൊക്കെ, പിടിക്കാതൊക്കെ. അത് മാറിയിട്ട് ഇപ്പോൾ ഓരോ പടത്തിനും ഈ ഇവർ കാണിക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റ്, താല്പര്യം, അതൊക്കെ ഭയങ്കരമായിട്ട് മാറിയിരിക്കുന്നു. ഇപ്പം ഇതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് ബാസി ചെയ്ത ഫൈറ്റൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട്. കടപ്പുറത്ത് അദ്ദേഹം വന്ന ആ ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിടിക്കുന്ന ഷോട്ടൊക്കെ ഞാനിങ്ങനെ ഇന്നിങ്ങനെ ആന്തിക്കായിരുന്നു. കാരണം അതൊക്കെ നല്ല ഞാൻ അതായിട്ട് പറയുന്നില്ല, അതൊക്കെ ഇത്തിരി റിസ്ക് ഉള്ള കാര്യങ്ങളാണ്. പിന്നെ രാജശേഖരൻ മാസ്റ്ററുടെ കാര്യം പറയുമ്പോൾ രാജശേഖരൻ മാസ്റ്റർ ത്യാഗരായ മാസ്റ്ററുടെ അസിസ്റ്റൻ്റായിരുന്നു. ത്യാഗരായ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും മനോഹരമായിട്ട് ഗ്രൂപ്പില്ലാതെ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുന്നതിൽ അതിവിദഗ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റാണ് രാജശേഖരൻ മാസ്റ്റർ. ഒരു കാര്യം പറഞ്ഞ് കേൾക്കില്ല, ബാസി പറഞ്ഞ പോലെ പുള്ളിക്ക് പുള്ളിയതായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനുമായിട്ട് ഇതിനിടയ്ക്ക് ഒന്ന് ഉടക്കിയ പുള്ളി. കാരണം നമ്മളൊക്കെ ഒരേ ഇതായിട്ടിട്ട് ഈ പുള്ളിക്കാരനെ ബാക്കിലേക്ക് പിടിച്ചിട്ട് താങ്കളുമായിട്ടാണോ ബാക്കിലേക്ക് വീഴാൻ പറഞ്ഞത്, എന്നെ വിളിച്ചിട്ട് പുള്ളി നമുക്ക് സാർ നാടൻ പോലെ ആക്കിയിട്ടെന്ന് പറഞ്ഞ് ബാക്കിലേക്ക് വിടാൻ സാർ. അപ്പം എൻ്റെ ബാക്കിലൊരാൾ, എൻ്റെ മുകളിലൊരാൾ, അങ്ങനെ ഒരു വീഴ്ച. നമ്മുടെ മാസ്റ്റർ പ്രായമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നുമില്ല, ഇത് വേറെ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞു അന്ന് രാത്രി. അപ്പം എങ്കിലും നമ്മൾ ആ എടുത്ത എഫേർട്ടിന് വളരെയധികം ഇത് ഈ പടത്തിൽ കാണാനുണ്ട്.
പിന്നെ ഇപ്പൊ ഈ കുട്ടി ചോദിച്ച പോലെ പൊങ്കാല എന്ന് പറഞ്ഞാൽ ഇതൊരു കുടുംബ ബന്ധങ്ങളുടെ പൊങ്കാലയാണ്, ചതിയുടെ പൊങ്കാലയാണ്, ഇടിയുടെ പൊങ്കാലയാണ്, പാട്ടിന്റെ പൊങ്കാലയാണ്. ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് എന്റെ മോൻ പറഞ്ഞു, അപ്പ അതിന്റെ ആ ഒരു പള്ളത്തി മീൻ എന്ന് പറഞ്ഞ പാട്ട് ഭയങ്കര ഹിറ്റായിട്ടാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞേ അങ്ങനെ സംഭവം ഉണ്ടോ? അപ്പൊ ഞാൻ ഈ പാട്ട് കേട്ടിട്ടുണ്ട്, അത് എനിക്കറിയില്ല നമ്മുടെ പടത്തില്. അതാണ് ഏറ്റവും വലിയ രസം. എനിക്കത് ഈ പടത്തിൽ നമുക്ക് ഇതിനകത്ത് പാട്ടുമായിട്ട് വലിയ ബന്ധങ്ങളില്ലല്ലോ ഈ പടത്തില്. അപ്പൊ അത് കയറി ഭയങ്കരമായിട്ട് കുളത്തി. അതുപോലെ തന്നെയാണ് ആ ഫൈറ്റ് ഇട്ടിരുന്ന പാട്ടില്ലേ, അതും നല്ല സാധനമാണ്. അതെല്ലാം നല്ല ഗ്രേറ്റ് വർക്ക് ആ മ്യൂസിക് ഡയറക്ടറുടെ. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം, ഇതിനു വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് ഓടി നടന്ന 7 Arts മോനായിട്ട്. അത് പ്രത്യേകം എവിടെ ആള് പോയോ? അയ്യോ എത്ര കഷ്ടപ്പെട്ട ആ പാവം. ഇങ്ങനെ അവൻ മെയിൻ കാരണം ഈ പടം പല പല ഷെഡ്യൂളുകളായി മാറി മാറി. അതുപോലെ തന്നെ പ്രൊഡ്യൂസർമാർ ദീപു, അനിൽ, ഈടെ നമുക്ക് പറയാം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 3-4 ഫൈറ്റ്. കാലത്ത് ഫേസിറ്റില് ഫൈറ്റ്, രാത്രി കടപ്പുറത്ത് ഫൈറ്റ്, അത് കഴിഞ്ഞ മറ്റേ ഐസ് ഫാക്ടറിയിൽ ഫൈറ്റ്. ഞാൻ ഇയാളെ കാണുമ്പോൾ ഞാൻ ഓടി രക്ഷപ്പെടും. ഐസ് ഫാക്ടറിയിലെ ഫൈറ്റ് ചേട്ടാ മറ്റേ ബാക്കി എടുക്കാനുണ്ട് മറ്റേ അവിടെ പോകും. അത് കഴിഞ്ഞാൽ അവൻ്റെ ചേരിയിൽ വരും. അയ്യോ അങ്ങനെ. പക്ഷേ ഡബിങ്ങിന് ഞാൻ ആ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാമല്ലോ, സിനിമ എന്ന് പറഞ്ഞാൽ ഭാഗ്യത്തിൽ മാത്രം നിൽക്കുന്ന സാധനം. ചില സിനിമകൾ നമ്മൾ വിചാരിക്കും എങ്ങനെ ഓടി, ചിലത് എന്തുകൊണ്ട് ഓടിയില്ല എന്ന്. അപ്പൊ പ്രൊഡ്യൂസർക്ക് പൈസ എണ്ണാനുള്ള ഒരു ഭാഗ്യം കൂടി ദൈവം ഉണ്ടെങ്കിൽ ഈ പടം ഗംഭീരമായിരിക്കും. പിന്നെ ഏതൊരു സിനിമയും പടം നന്നായത് കൊണ്ട് മാത്രം കാര്യമില്ല, പടം ഓടി വിജയിച്ചാൽ മാത്രമേ നമ്മളെപ്പോലും ആൾക്കാർ കാണുള്ളൂ. അല്ലെങ്കിൽ ചോദിക്കും ചേട്ടാ ഇപ്പൊ പടങ്ങളിലൊന്നും കാണാനില്ലല്ലോ എന്ന് ചോദിക്കും. അതുകൊണ്ട് ഈ സിനിമയും പടമൊന്നും ഇല്ലെന്ന് ചോദിക്കും. എന്നാൽ നമ്മുടെ പടങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും, ആരും കണ്ടിട്ടുണ്ടാവില്ല. OTT പോലും ഇപ്പൊ കാണുന്ന നിർബന്ധമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ബാക്കി ഞാൻ ഇനിയും സത്യസന്ധത കൂടുതലുള്ള കാര്യങ്ങൾ ചേട്ടന് വിട്ടുകൊടുത്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവരും പടം കാണാൻ. ആ അധ്വാനം വളരെ വിലപ്പെട്ടതാണ്. താങ്ക് യു. അപ്പൊ ഇവര് മൊത്തം പറഞ്ഞത് ഇടി കൊണ്ടതും കൊടുത്തതുമായിട്ടുള്ള കഥകളാണ്. നമ്മൾ എങ്ങനെയായിരുന്നു കൊണ്ടുവരുന്നത്? ഒറ്റ കുത്തുകൊണ്ട് തന്നെ ഞാൻ മരിച്ചുപോയി. സമാധാനമായല്ലോ. ഞാൻ ഫൈറ്റ് ചെയ്യേണ്ട യോഗം എനിക്ക് എന്തായാലും ഡയറക്ടർ തന്നില്ല. എന്റെ പ്രായവും എന്റെ പക്വതയും വെച്ചിട്ട് പരിഗണിച്ച് ഞാൻ മഹാനടന്മാരോടൊപ്പമാണ് അഭിനയിച്ചിട്ടുള്ളത്. മഹാ ഇടിയന്മാരോടൊപ്പം അഭിനയിക്കാൻ യോഗ്യത കിട്ടിയത് പൊങ്കാലയിലാണ്. പക്ഷേ ആ സംവിധായകൻ എന്നെ ആദ്യ ദിവസം തന്നെ ഒറ്റക്കുത്തിന് കൊണ്ടു കളഞ്ഞു. പിന്നെ ഫ്ലാഷ് ബാക്കിൽ വന്നു പോയാൽ മതി. ഒരു പാട്ടിലൂടെ ഒരു മകനായിട്ട് അഭിനയിച്ചു ശ്രീനാഥ് ഭാസ്കറിന്റെ ഈ ചെറുക്കൻ, അവനെ എനിക്ക് കൈവിടാൻ പറ്റില്ല. അവനാണ് എന്നെ പിടിച്ച് നടത്തിയത്. ഇടികൊള്ളാതെ രക്ഷപ്പെടുത്തിയത് അവനാണ്. പക്ഷേ ഈ ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, പൊങ്കാലയ്ക്ക് മുമ്പ് നമ്മുടെ സംവിധായകൻ വാമനൻ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഞാൻ വളരെ ലേറ്റാ. പല കാര്യങ്ങളിലും ഞാൻ അജ്ഞാനിയാണ്, ജ്ഞാനിയാണെന്ന് നടിക്കും. പക്ഷേ ഞാൻ ഈ പൊങ്കാല സമർപ്പിക്കുന്നത് ആരോടാണെന്ന് ചോദിച്ചാൽ ഞാൻ അമ്മമാർക്ക് വേണ്ടിയാണെന്ന് പറയും. അമ്മമാർക്ക് വേണ്ടി, അമ്മയോടുള്ള പക തീർക്കുന്ന മകന്റെ പൊങ്കാലയാണ് ഈ പൊങ്കാല. എന്ത് വാമനൻ പൊങ്കാല ഇടുന്ന അമ്മമാരിരുന്ന് പിന്നെ ആറ്റുകാൽ പൊങ്കാല ഇടുമ്പോ അവര് ചിന്തുന്ന വേർപ്പുണ്ട്. അവര് അവിടെ കത്തിച്ചു വയ്ക്കുന്ന ജ്വാലയുണ്ട്, സൂര്യപ്രകാശമുണ്ട്. അവിടെ ഉള്ളൊരുകുന്ന ഒരു മകനുണ്ട്. ആ മകന്റെ കഥാപാത്രമാണ് ശ്രീനാഥ് ചെയ്തത്. അവൻ ചോര പൊടിയുന്ന ഒരു പോസ്റ്റർ കണ്ടപ്പോ, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ശ്രീനാഥ് വാസിയായിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ ഈ പോസ്റ്റർ കണ്ടപ്പോ എനിക്ക് അവരെ ക്രിസ്തുവിനെ പോലെ തോന്നി. അപ്പൊ അവനൊരു ക്രിസ്തു ഇരിക്കുന്ന പോലെയൊക്കെ തോന്നി. ലോകത്ത് ഇങ്ങനൊരു നടനെ കാസ്റ്റ് കഥ പറയില്ലേ ഞാൻ. സംവിധായകൻ കഥ പറഞ്ഞു കൊടുക്കുന്നത് എന്നോട് പറഞ്ഞിട്ടില്ല ഇതുവരെ. എനിക്കറിയില്ല ഞാൻ പറഞ്ഞതാണോ കഥ. അങ്ങനെയൊക്കെ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാം. അങ്ങനെയാണ് ആ ഒരു ഇത്രയും ക്യാമറ വെച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നതിന്റെ അകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവര് കോട്ടിടും. ടീഷർട്ട് വാങ്ങിച്ചോണ്ട് വന്നു. അതെ, ട്രെൻഡിങ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ പിടിച്ചു നിൽക്കണ്ടേ അല്ലേ. താങ്ക് യു സോ മച്ച്. ആൻഡ് ഹലോ യാമി. യെസ്,
കുറച്ച് നല്ല സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് പൊങ്കാലയ്ക്ക് മുൻപ്, റൈറ്റ്? ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, ക്രൂ ഉണ്ട്. ഹൗസ് യുവർ എക്സ്പീരിയൻസ് യാമി? ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്ര തൃശ്ശൂരാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ പ്ലീസ് ചേട്ടാ. ഓക്കെ, അപ്പൊ എന്താന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷം. തൃശ്ശൂർ എന്ന് പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല, തൃശ്ശൂരും മലപ്പുറവും. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ, പിന്നെ ബാസ്റ്റിന്റെ ലീഡ് ഹീറോയിനായിട്ട് ചെയ്യാൻ പറ്റി. ശരിക്കും ഒരു ഭാഗ്യമായിട്ട് വരുന്നു. പിന്നെ ഒരുപാട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഇതില്. ഇപ്പോൾ ഫൈറ്റ്സ് ആണല്ലോ, അപ്പോൾ സ്റ്റണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ? എനിക്കൊരു സ്റ്റണ്ട് സീൻ ഉണ്ടായിരുന്നു. അടിപൊളി. ഒരു ചെറിയൊരു സീൻ. ബാസി ഈസ് ലൈക്ക് പറയല്ലേ സസ്പെൻസ് പൊട്ടിക്കല്ലേ. അത് കാണുമ്പോ പറയുന്നില്ല. അല്ല, ഞാൻ പറയുന്ന എക്സ്പീരിയൻസ്. ബാസി എന്താണ് പാവം കുട്ടി, സംസാരിക്കട്ടെ. ഫൈറ്റിനെ കുറിച്ച് പറയണ്ട, വേറെ എന്തെങ്കിലും? അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു മൂവിയില്. അപ്പോ എന്താ പറയാ, നവംബർ 13 മൂവി റിലീസ് ആവാണ്. അപ്പൊ ഒരു റിയൽ സ്റ്റോറി ബേസ്ഡ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആണ് മൂവി കാണാൻ ഞാനും. അപ്പൊ എല്ലാവരും മൂവി കാണാം. പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ബിൻ സാറിനോടും അനിൽ സാറിനോടും ദീപു സാർ, താങ്ക് യു സോ മച്ച്. അതന്നെ, എല്ലാവരും പോയി സിനിമ കാണാം, വിജയിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. അതന്നെ. താങ്ക് യു സോ മച്ച്. ബാബുടാ, ഒരു കാര്യം കൂടി പറയാൻ വിട്ടു. ഞാൻ റിയൽ സ്റ്റോറി എന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങൾ കുറച്ചേരം പറഞ്ഞിരിക്കാൻ ഇതിനെ കുറെ അനുഭവിച്ച് ഞങ്ങളാണ്. കാരണം ഈ നേരം വിളിക്കണ ഒരു ഷൂട്ടാണ് ഇപ്പോൾ അവിടെ. അപ്പൊ ഈ റിയൽ സ്റ്റോറിയുടെ ആൾക്കാർ രാത്രിയാകുമ്പോൾ വരും അവിടെ. റിയൽ സ്റ്റോറിയുടെ ആൾക്കാർ മിക്കവാറും ബാസി ഞാനൊക്കെ ആയിരിക്കും മീൻചന്തയിൽ ഒറ്റയ്ക്ക്. അങ്ങനെ ബിന്നിലുമായിട്ട് ഭരണം മറ്റേ സ്ഥലത്ത് എങ്ങനെയല്ല എടുത്തേക്കണേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡിസ്കഷൻ നടക്കുന്നുണ്ട് അവിടെ. ഒക്കെ വെള്ളമാണ്. ഇത് കേട്ട് ഇവർ എന്നെ കാണുന്ന ഒരു പ്രതീക്ഷയാണ് ഇവർക്ക്. കേട്ടോ, വണ്ടി നല്ല സാധനമുണ്ട്. പിന്നെ എന്റെ കാരണം ഇവർക്ക് പിന്നെ വേണ്ടത് എന്നെയാണ്. അതായത് ഇവരുടെ പുതിയ പരീക്ഷണങ്ങളൊക്കെ ഞങ്ങൾ പുറംകടലിൽ പോയിട്ട് അത് മറ്റേ സാധനം ചെയ്തുകൊണ്ട് തന്നെ പിന്നെ നല്ല പിടയ്ക്കണ പള്ളത്തിലെ കറിയുണ്ട്, അതുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് പോകും. പിറ്റേ ദിവസം ഇത് വരുമ്പോൾ ഈ ടീം വീണ്ടും വരും. എങ്ങനെ റിയൽ സ്റ്റോറി ഭയങ്കര ഡിസ്കഷൻ. അപ്പൊ ഇന്നിപ്പോ ബാസി ചോദിക്കാറുണ്ട്, നമുക്കത് പറയാമോ യഥാർത്ഥം. അപ്പൊ അത് ഇതിനിടയ്ക്ക് പറയാൻ വിട്ട ഒരു കാര്യമാണ്. രണ്ടാമത് ഒരാളെയും കൂടി ഞാൻ അതിനകത്ത് പറയാൻ വിട്ടുപോയി. നമ്മുടെ ക്യാമറമാൻ ജാക്സൺ അസാധ്യമായിട്ട് ഇതിന് ഏറ്റവും എടുത്തു പറയേണ്ട ഒരാളാണ്. ഇദ്ദേഹത്തോടൊപ്പം തന്നെ കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ക്യാമറ ചെയ്ത ജാക്സൺ. ഇവിടെ കാണാനില്ല എന്നൊന്നും, പക്ഷെ എങ്കിലും എടുത്തു പറയുന്നത് അടിപൊളി ഒന്നിച്ചിൽ അത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഫൈറ്റിനായാലും എല്ലാത്തിനായാലും അത്രയധികം കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അതെ, അപ്പൊ അദ്ദേഹത്തെ കൂടി ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി നമുക്ക് ഇവർക്ക് എല്ലാവർക്കും സംസാരിക്കണമെന്നുണ്ട്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാണെന്ന് എനിക്കറിയാം. ഒരുപാട് സമയം കളയാതെ നമ്മൾ Q&A സെഷനിലേക്ക് കടക്കുകയാണ്. ബട്ട് ബിഫോർ ദാറ്റ്, ഇവന്റ് പ്ലീസ്. താഴേക്ക് ഇരിക്കാം കേട്ടോ. നമുക്ക് സ്റ്റേജ് ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ആരാണ് ആദ്യത്തെ ചോദ്യം? ആരോടാണ് ആദ്യത്തെ ചോദ്യം? പൊങ്കാല എന്ന സിനിമയെക്കുറിച്ച് നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഇപ്പോൾ ഇവര് അവരുടെ ഷൂട്ടിന്റെ സമയത്ത് എക്സ്പീരിയൻസ് എല്ലാം നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തു. അതുകൊണ്ട് ചോദ്യങ്ങളില്ല എന്നാണോ? ഓക്കെ, അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ പൊങ്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് അടിയുടെ പൊങ്കാല എന്നാണ്. അത് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അത് സിനിമ കാണുമ്പോൾ ക്ലിയർ കട്ടായി മനസ്സിലാവും.
ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഫൈറ്റ് ഒരു പടത്തിൽ ചെയ്യുന്നത്. എത്രത്തോളം ഹെക്ടിക് ആയിരുന്നു, എങ്ങനെയാണ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് തോന്നുന്നു? ഇപ്പോൾ ഡബിങ്ങിൻ്റെ സമയത്ത് ബാബുച്ചേട്ടൻ പറഞ്ഞ പോലെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓക്കെ കുറച്ച് പണിയെടുത്തിട്ടുണ്ട് എന്ന് തോന്നി. കുറേ മുക്കിലും മുകളിലും ഉണ്ടായിരുന്നു. അത് രണ്ടാമത്തെ ദിവസം ഡബ് ചെയ്തത്. തലേ ദിവസം ഒന്ന് ഡയലോഗ്സ് ഡബ് ചെയ്തത്. കാരണം അത്ര ഉണ്ടായിരുന്നു ഇടിയും അതിലൊക്കെ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് അടുത്ത ദിവസം ചെയ്തത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇത്തിരി ഈ പറഞ്ഞ പോലെ ഓക്കെ എന്തൊക്കെയോ കുറവ് ഓടിച്ചാടിയിരുന്നെന്ന് തോന്നി. യെസ് ബാബുട്ട, ഇപ്പം ഒരു ഡെക്കേഡിന് മുന്നേ നിങ്ങളുടെ ഈ ഒരു കോംബോ, നിങ്ങൾ രണ്ടുപേരുള്ള ഒരു കോമ്പിനേഷൻ അന്നത്തെ യങ്സ്റ്റേഴ്സും പുതിയ ആളുകളെല്ലാം ഏറ്റെടുത്തൊരു കോംബോ ആണ്. അപ്പോൾ ഒരു 10 വർഷത്തിനോളം ശേഷമാണ് വീണ്ടും ഒരു സിനിമയിൽ വരുന്നത്. അപ്പം ഇപ്പം ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ എങ്ങനെയുണ്ട്? ബാസി ഇപ്പം കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയി കാണുമല്ലോ, ആക്ടിങ്ങിനാണെങ്കിലും അല്ലെങ്കിൽ ബാസിയൊക്കെ വീണ്ടും രീതിയിൽ. അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പം? അണീബിയാണ് പറഞ്ഞു വന്നതെങ്കിൽ അണീബി എന്ന് പറഞ്ഞാൽ ബാസിയുടെ ഒക്കെ തുടക്കമാണ്. അത് ഒരിക്കലും ഇനി നമുക്ക് ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞു പോയി. കാരണം അതൊരു സുഹൃത്ത് ബന്ധത്തിൻ്റെ കഥയായിരുന്നു. എപ്പോഴും ഞങ്ങൾ നേരത്തെ പറയാതായിരുന്നു, സുഹൃത്ത് ബന്ധത്തിൻ്റെ കഥ പറയുന്നിടത്ത് എല്ലാ ഭാഷയിലും എല്ലായിടത്തും അത് ഏറ്റെടുക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഇവിടെ നമ്മൾ പൊങ്കാലയിലേക്ക് വരുമ്പോൾ കാര്യങ്ങളൊക്കെ മാറി. ഇതിൻ്റെ ടാഗ് ലൈൻ തന്നെയാണ്, ഒരു ചതിയുടെ പൊങ്കാല ആണ്. ആ ഒരു വ്യത്യാസം. സൗഹൃദം തന്നെയാണ് എൻ്റെ ബേസ്, പക്ഷെ അതിനകത്തുള്ള ഒരു ഭാഗയുടെ ഇതൊക്കെ അതാണ് വ്യത്യാസം വരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ബന്ധങ്ങൾ ഈ പറയുന്ന പോലെ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു വരിക എന്നുള്ളതാണ്. അപ്പോൾ ബാസി പയ്യനായിരുന്നു, ഇപ്പൊ ബാസി കുറച്ച് മെച്ചൂർഡായി. ഇതൊക്കെയാണ് വ്യത്യാസങ്ങൾ. പ്രൊഡ്യൂസേഴ്സിന് ടീമിന് ഉള്ള കോൺഫിഡൻസ് അതിനെപ്പറ്റി കേട്ടാ കൊള്ളായിരുന്നു. എന്നോടാണോ? പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത്. ഇതുവരെ ടെൻഷനിലാണ് നിൽക്കുന്നത്. 30-ാം തീയതി കഴിയുമ്പോൾ നമ്മളെ എല്ലാ കോൺഫിഡൻറ്റും നമ്മൾ പറയാം. പക്ഷെ എന്തായാലും പടത്തിനെ പറ്റി ഒരു സക്സസ് ആണ്. എന്തായാലും എല്ലാവരും ഒരുവിധം ഉള്ള എല്ലാ ആൾക്കാരും പറയുന്നത് വമ്പൻ ഹിറ്റടിക്കും എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. എന്തായാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല, എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന ചാനലുകാരും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ എടുത്തു പറയുന്നുള്ളത്, ഹന്നാൻ ഷയെ പറ്റി എടുത്തു പറയുന്നുണ്ട്. നമുക്ക് മാർക്കറ്റിംഗ് ആ ഒരു പാട്ട് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഹന്നാൻ ഷാ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇനിയും പുള്ളിയുടെ സപ്പോർട്ടും അതിനൊക്കെ രഞ്ജിൻ്റെ അതിൻ്റെ കാര്യമായാലും എല്ലാം നമ്മളെ ഇതിലുള്ള എല്ലാ ക്രൂവിൻ്റോടും ഞാൻ എല്ലാവരുടെ നന്ദി പറയുന്നു. എല്ലാവരും അത് നമ്മളെ കൂടെ നിന്നിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് മഞ്ജുവിൻ്റെ അടുത്തായാലും പിന്നെ സഹാൻ്റെ അടുത്തായാലും നമ്മളെ ബിനുവിൻ്റെ അടുത്തായാലും ഞാൻ പ്രത്യേകം താങ്ക്സ് പറയുന്നു. നമ്മളെ കൂടെ ഉണ്ടവർ. ഓക്കെ, ബൈ. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വന്ന എല്ലാവർക്കും വെരി താങ്ക്സ്. എൻ്റെ മലയാളം ഇച്ചിരി ഇതായിട്ടോ, ഞാൻ ഛത്തീസ്ഗഡിലായിരുന്നു ലാസ്റ്റ് 10 years ആയിട്ടുള്ളൂ നാട്ടിൽ ഷിഫ്റ്റ് ആയിട്ട്. അതുകൊണ്ട് സോറി മലയാളത്തിൽ നിന്ന് തെറ്റിപ്പോയാ. ഫസ്റ്റ് ആക്ച്വലി ഞാൻ ഈ സിനിമയ്ക്ക് വരുന്നത് മറ്റേ ജിത്തേട്ടൻ ആക്ച്വലി ഒരു നമ്മുടെ ബിജിൽ ചേട്ടനെ പറ്റി സ്റ്റോറീനെ പറ്റി പറഞ്ഞു. ഇൻസ്പയർഡ് ബൈ ഒരു ട്രൂ സ്റ്റോറി. അപ്പം ഓൾവേസ് ഒരു സ്റ്റോറിക്ക് എപ്പോഴും ആ ഒരു സത്യാവസ്ഥ സത്യസന്ധന അത് എപ്പോഴും കാണും. അപ്പം ഞാൻ ആ ഒരു കോൺഫിഡൻസിൽ ഫുൾ ടീമോടെ ഇവൻ ബസുറോ ഫുൾ ടീം. പിന്നെ നമുക്ക് നമ്മളെ പടം എടുക്കാൻ വേണ്ടി ധൈര്യം കാണിച്ച ഡിസ്ട്രിബ്യൂഷൻ അടുത്തായാലും നമുക്ക് വളരെ താങ്ക്സ് ഉണ്ട്. ഗ്രീസ് ഡിസ്ട്രിബ്യൂഷൻ ആയാലും. പിന്നെ ഈ പടം ഇതുവരെ എത്താൻ തന്നെ കാരണം വാഴൂർ ജോസേട്ടനാണ് എന്നെ വിനിലിനെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ പടം ഉണ്ടാവുന്നത്. സത്യം പറഞ്ഞാൽ അതിന് ഞാൻ ബിഗ് താങ്ക്സ് വാഴൂർ ജോസേട്ടൻ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഈ പടം എവിടെ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാനായിട്ട് ഫ്രം ബാസിയുടെ ഒരു സൈഡിൽ നിന്നുള്ള എഫേർട്ട് എന്തായിരുന്നു അതൊന്നും അറിയാനൊരു ഞാൻ വൈപ്പിനിന്നാണ്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും വേണ്ട, അങ്ങനല്ല. എനിക്ക് സ്ലാങ്ങിൻ്റെ പരിപാടി ഓക്കെ ആയിരുന്നതാണ്. കാരണം അത് കേട്ടുള്ള കഥയാണ്. അപ്പോൾ മുനമ്പത്താണെന്ന് എനിക്കറിയാം. പക്ഷെ ഈ പറഞ്ഞ ഫിസിക്കൽ ആസ്പെക്റ്റ് അതിൻ്റെ കുറച്ചുണ്ടായിരുന്നു, കുറച്ച് ഓട്ടം ചാട്ടം ഉണ്ടായിരുന്നു. പിന്നെ ഇത് പറയുന്നുണ്ട് ആക്ഷൻ, ത്രില്ലർ, മീൻസ് കോമഡി ഇതെല്ലാം കൂടെയുള്ള ഒരു മിക്സ്ഡ് ആണ്. അപ്പൊ അങ്ങനെ ഒരു കഥാപാത്രം എല്ലാം കൂടെ ചേർന്നൊരു കഥാപാത്രം വരുമ്പോൾ
അതിൻ്റെതായിട്ടുള്ള ഒരു എഫേർട്ടും വ്യത്യാസം ഉണ്ടാവും? ഇതിൽ ഐ ഡോണ്ട് തിങ്ക് ഐ എം വെരി ഫണി ഈ പടത്തിൽ. ഇതിൽ അത്യാവശ്യം സീരിയസ് ക്യാരക്ടറാണ് എൻ്റെ. ഈ ഫിസിക്കൽ പരിപാടിയായിരുന്നു കൂടുതലും ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ബട്ട് ഇല്ല ചിരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനത്തെ എന്താ പറയുക, എനിക്കൊന്ന് വേറെ ക്യാരക്ടേഴ്സിനാണ് അങ്ങനത്തെ വേറെ കളേഴ്സൊക്കെ ഉള്ളത്. എനിക്ക് കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഫിസിക്കൽ, വെരി മിനിമം ഡയലോഗ്സ്, അങ്ങനത്തെ പരിപാടിയാണ്. നമസ്കാരം. ബസി, പണ്ട് ഒരു ഇന്റർവ്യൂ എടുക്കുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പയ്യൻ റാൻഡായിട്ടൊരു മാളിൽ വെച്ച് കണ്ടപ്പോൾ ബാസിയോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ സിഗരറ്റ് വലിക്കും, ബാസി സിഗരറ്റ് വലിക്കുന്നത് കണ്ടിട്ട് ഇമ്പ്രസ്ഡ് ആയിട്ട്. അപ്പോൾ ബാസി പറഞ്ഞു, അത് സിനിമയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്, ഞങ്ങൾ ഒരിക്കലും അത് എമുലേറ്റ് ചെയ്യരുത് അതെടുത്തിട്ട് എന്നുള്ളത്. അപ്പം ഇപ്പോൾ എല്ലാ കാലത്തും ബാസി വൺസ് ഫിലിം ജേർണി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം യൂത്തിൻ്റെ വല്ലാത്തൊരു ഇഷ്ടവും അഡ്മിറേഷനും ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെ വയലൻസ് ഉള്ള സിനിമകൾ ചെയ്യുന്ന നേരത്ത് എത്രമാത്രം റെസ്പോൺസിബിൾ ആണ്? സിനിമ ഉണ്ടാവും, ആൾക്കാർ സിനിമ ഉണ്ടാവും പോരെ. അതിൻ്റെ അപ്പുറത്തേക്ക് അതിൽ കൂടുതൽ വിവരമൊക്കെ മലയാളിക്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടല്ല ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ലൈഫ് റിഫ്ലെക്ട്സ് ആർട്ട്, ആർട്ട് റിഫ്ലെക്ട്സ് ലൈഫ്. അതൊരു എന്താ പറയുക, ഒരു പ്രൊജക്ഷനാണ്. നമ്മുടെ മനസ്സിലുള്ളൊരു സാധനം അതൊരു എന്താ പറയുക, അതൊരു എക്സ്പ്രഷനാണ്. അതിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഒരു വട്ടായിരിക്കണം ആൾക്കാർ. സോ സിനിമയാണ് അതിനുള്ള ഒരു, ഇപ്പം ബിനിലൊരു ആർട്ടിസ്റ്റാണ്. ബിനിലിന് ഇഷ്ടമുള്ള പാഠം അവൻ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവന് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകുമായിരുന്നു. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഫ്രീഡം എല്ലാവർക്കും വേണ്ട, എല്ലാ ആർട്ടിലും. അയ്യോ ഞാനിത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാരില്ല കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താലും വിചാരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ആർട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർട്ടിന് അതിൻ്റെതായ ഫ്രീഡം. സിനിമ അങ്ങനത്തെ ഒരു മീഡിയ ആണ്. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഐ ഡോണ്ട് ഹാവ് എനി ദാറ്റ് കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൾക്കാരെ പഠിപ്പിക്കാനോ തിരുത്താനോ മാറ്റാനോ. നമ്മൾ പൊളിറ്റിക്കലാണ് നമ്മളെല്ലാവരും, നമ്മൾ സിനിമ ചെയ്യണം, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ ഐ ഡോണ്ട് തിങ്ക് സോഷ്യൽ എന്താ പറയുക, ഭയങ്കര പരിപാടികളൊന്നും അങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കരുത്. ഇതൊരു സിനിമ മാത്രമാണ്. 11 ഫൈറ്റ്സ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പം ഫൈറ്റ് കൊറിയോഗ്രഫിയിൽ എത്രമാത്രം ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു യുണീക്നെസ് കൊണ്ടുവരാൻ, സേ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പം വിക്രം എടുത്ത് നോക്കുകയാണെങ്കിൽ വിക്രത്തിനകത്ത് ഓരോ ഫൈറ്റ് സീക്വൻസിനും അവിടെ ഉപയോഗിച്ചിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. ഒരു ഫൈറ്റിനകത്ത് ശബ്ദം ഉണ്ടാവാൻ പാടില്ല, സോ ദാറ്റ് അവർ ലാപ്ടോപ്പ് പേപ്പർ വെയിറ്റ് ഒക്കെ ആ രീതിയിൽ ഉപയോഗിച്ചു. ഒരു സ്ഥലത്ത് ഹാൻഡ്സ് ഉപയോഗിക്കാൻ പാടില്ല, ഫുൾ ഗൺസ് ഉപയോഗിക്കണം. അതിന് അങ്ങനെ കൊറിയോഗ്രഫി ടെക്നിക്കൽ അല്ല അറിയാം. നമ്മുടെ ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു ബഡ്ജറ്റിൻ്റെതായ നോ നോട്ട് റിയലി. എനിക്ക് മനസ്സിലായി, ആളുകൾ ചോദിച്ചാൽ മനസ്സിലായി. ഈ എന്താ പറയുക, ഗാഡ്ജറ്റ്സും അങ്ങനത്തെ ഫൈറ്റ് സീക്വൻസിൽ എന്തെങ്കിലും പുതുതായിട്ടുള്ള പരിപാടി. ഇത് ഭയങ്കര റോ ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസസ് ആണ്. നേരത്തെ പറഞ്ഞ രാജശേഖർ സാർ വന്നുകൊണ്ട് ഇറ്റ്സ് വെരി എന്താ പറയുക, ഡെയിലി നമ്മൾ കാണുന്നത് നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള പരിപാടികളാണ്. പിന്നെ ഇറ്റ് ഈസ് എക്സാജറേറ്റഡ്, ഒരു സൂപ്പർലേറ്റീവ് കോണ്ടെക്സ്റ്റിലാണ് പരിപാടി പോകുന്നത് മൊത്തം. കാരണം സിനിമയാണ്, സിനിമാറ്റിക് ആണ് പടം. അങ്ങനത്തെ ബിക്കോസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഔട്ട് ഓഫ് എ ട്രൂ സ്റ്റോറി. ഇപ്പം യങ്സ്റ്റേഴ്സിനെ പറ്റിയുള്ള അറിവോ വായനയോ എന്തെങ്കിലും രീതിയിൽ ഇങ്ങനത്തെ ഒരാളെ മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഇല്ലറിയാം, അങ്ങനെ ഭയങ്കര എനിക്ക് അങ്ങനത്തെ ആൾക്കാരൊന്നും പരിചയം. Gandhi, he was a gangster. Gandhi was a gangster, if you say, you know. Yeah. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പുള്ള് ചെയ്യാൻ പറ്റിയ പേഴ്സണാലിറ്റീസ് അങ്ങനത്തെ കഥയല്ല ഇത്. ഇത് കംപ്ലീറ്റ്ലി ബിനിലിൻ്റെ തലയിലുണ്ടായ കഥാപാത്രവും ഇറ്റ്സ് ഹിസ് എക്സ്പ്രഷൻ. ഇവന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ കഥാപാത്രം, എൻ്റെ നാട്ടിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ആ കഥ നമ്മുടെ തമ്മിൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര വ്യത്യാസമുണ്ട്. പക്ഷെ ആ ക്യാരക്ടറിനെ ബേസ് ചെയ്താണ് നമ്മൾ പടം ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ എനിക്ക് വേറെ ഒരു എന്താ പറയുക, വേറെ പേഴ്സണാലിറ്റി ഒന്നും അങ്ങനെ പുള്ളിയേണ്ട ആവശ്യമില്ലായിരുന്നില്ല. ഫുൾ യുനോ എനിക്ക് ഡാവിൻ്റെ ഫോട്ടോ വരെ ഉണ്ടായിരുന്നു കാണിച്ചാൽ അല്ലേ. സോ അയാളിൽ നിന്ന് തന്നെയായിരുന്നു ഇൻസ്പിറേഷൻ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ. ഈ
ഈ പുറത്തൊക്കെ മലയാളത്തിന് പുറത്ത് തമിഴിന് പുറത്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഗാങ്സ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് അവര് കുറേ കൂടി അവരുടെ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സിനനുസരിച്ചിട്ട് പലപ്പോഴും ആക്ടേഴ്സിന് എടുക്കുന്നതും ചൂസ് ചെയ്യുന്നതൊക്കെ സിക്സ് പാക്സ് വേണം, അല്ലെങ്കിൽ ഇത്രയും ഒരു വി ഷേപ്പ് ഓഫ് ഒരു അനാട്ടമി വേണം, അങ്ങനെയൊക്കെ രീതിയിൽ. ഇപ്പോൾ ബാസി കുറേ കൂടി ഒരു സാധാരണ ചെറുപ്പക്കാരനായിട്ട് തന്നെ എല്ലാ കാലത്തും നിലനിന്നത്. സോ ഈ ഫിസിക്കാലിറ്റി എപ്പോഴെങ്കിലും മാറ്റണമെന്നോ മറിക്കണമെന്നോ ഒരു ഗാങ്സ്റ്ററിനെ പ്ലേ ചെയ്യുമ്പോൾ അങ്ങനെ ആലോചിക്കാറുണ്ടോ? ഞാനിപ്പോ ജിമ്മിൽ പോകുന്നുണ്ട്. അല്ല, ഇറ്റ്സ് വെരി എന്താ പറയാ, ഫിസിക്കലി ഇത്തിരി ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. അപ്പോൾ ഒരു അത്ലീറ്റിനെ പോലെ കുറച്ച് വർക്കൗട്ടൊന്നും ചെയ്തില്ലെങ്കിൽ പറഞ്ഞ പോലെ ഇത്തിരി ക്ഷീണം വരും. 21 ദിവസം ഇടി മാത്രം ഷൂട്ട് ചെയ്താൽ. അപ്പൊ ഇപ്പൊ നേരത്തെ ചോദിച്ചതുപോലെ ഈ നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചതാണെന്ന് എനിക്കറിയാം. എന്നെ വിളിച്ചു വരുത്തുമ്പോൾ നിങ്ങൾക്ക് നാളെ ഒരു കോട്ടയിലിടണം, അലൻസിയർ ഇങ്ങനെ പറഞ്ഞു, പക്ഷെ ഞാനൊന്നും പറയുന്നില്ല. ഞാൻ സത്യസന്ധനായി അഭിനയിച്ചൊരു നടനാണ് ഈ സിനിമയിൽ. അതൊരു പോസ്റ്ററിൽ പോലും എൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എൻ്റെ ആത്മാവ് ഈ സിനിമയിലുണ്ട്. കണ്ട, എൻ്റെ ആത്മാവ് ഈ സിനിമയിലുണ്ട്. ഇവൻ പുത്രനാണെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവാണ്. അത്രയും പറഞ്ഞ് ഞാൻ ഈ സിനിമയെ കുറിച്ചുള്ള എൻ്റെ അനുഭവം പറഞ്ഞു നിർത്തുകയാണ്. ഐ ആം ദ സ്പിരിറ്റ് ഓഫ് ദിസ് മൂവി പൊങ്കാല. എൻ്റെ ജീവിതത്തിൻ്റെ ആഘോഷമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇത്ര ഫൈറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ ചോദിക്കും. ഞാൻ ഫൈറ്റ് ചെയ്യും. എത്ര അല്ല ഈ ജാക്കി ചാനിന് എത്ര പരിക്കുകളുണ്ടെന്നറിയോ? കയ്യില് പൊട്ടൽ എത്ര ഉണ്ടെന്നറിയോ? നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ 11 ഫൈറ്റിനെ കുറിച്ച് ആഘോഷിക്കുന്നു, വർത്തമാനം പറയുന്നു. ഇവന് എത്ര പൊട്ടൽ കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അപ്പുറത്തിരിക്കുന്ന മഹാനായ മദ്രാസിൽ സിനിമ തുടങ്ങിയ മനുഷ്യൻ ഇങ്ങനെ ഒന്ന് കൈചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇവന്റെ എത്ര എല്ലും പൊട്ടുമെന്ന് നിങ്ങൾക്ക് അറിയോ? അതൊരു അച്ഛൻ വേദനിക്കും അത് കാണുമ്പോ. ആ വേദനയാണ് ഈ സിനിമയിൽ ഞാൻ അനുഭവിച്ചത്. ഓക്കെ, താങ്ക് യു. ബാക്കി നിങ്ങൾ സിനിമ മനസ്സിലാക്കി. ആരാ ശരിക്കും അലഞ്ചേട്ടനോട് ചോദ്യം ചോദിച്ചത്? അല്ല, അദ്ദേഹം ഇല്ല, അല്ല മരിച്ചു. ആ ക്യാരക്ടർ മരിച്ചു, അദ്ദേഹം മരിച്ചു. ഞാനിപ്പോ ചോദ്യം ഒരു കൊടുക്കും ചോദ്യമാണല്ലേ? ഓക്കെ ഓക്കെ ശ്രീ. ഓക്കെ, പുള്ളി പറഞ്ഞ പോലെ ഈ ഇൻസ്പയർഡ് ആയിട്ടുള്ള കഥാപാത്രം ഈ പറഞ്ഞ പോലെ ഹാഡ് എ ബാഡ് എൻഡിങ് റിയൽ ലൈഫിൽ. അതിനെ ബേസ് ചെയ്താണ് സിനിമ എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്ലിയർലി ആ ഇൻസ്പിറേഷൻ വാസ് നോട്ട് എന്താ പറയുക വെൽക്കംഡ് ബൈ ദി അതർ പീപ്പിൾ. അപ്പോൾ we would love to have them on stage, but I don't think it's necessary for the movie. You know what I mean? അത് ബിനിലിൻ്റെ ഇമാജിനേഷനിൽ ബിനിൽ കേട്ട ഒരു ലെജൻഡ് പോലെ, ഒരു നാട്ടിലെ കഥ പോലെ അതിനെ ഇൻസ്പയർഡ് ആക്കി ഉണ്ടാക്കിയൊരു സിനിമയാണ്. അപ്പോൾ ഐ റിയലി ഡൗട്ട് ഇറ്റ്, ബട്ട് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ ദാറ്റ് ബി വണ്ടർഫുൾ. ബാസിയുടെ ഒരു വൾണറബിൾ ആയിട്ടൊരു സൈഡ് ഉണ്ടല്ലോ, ഭയങ്കര നിസ്സഹായനായിട്ട്. അത് നിങ്ങൾക്ക് വളരെ നല്ലോണം അറിയാലോ. അല്ല, സിനിമയുടെ അകത്തുള്ള ആ ഒരു രീതി ഉണ്ടല്ലോ. ഇപ്പം മഞ്ഞുമൽ ബോയ്സിലാണെങ്കിലും ശരി, ട്രാൻസിലാണെങ്കിലും ശരി. സോ നിങ്ങൾ ഭയങ്കര പെയിനിലൂടെ കടന്നു പോകുന്ന കുറച്ച് നിമിഷങ്ങളുണ്ട്, വളരെ റിലേറ്റബിൾ ആയിട്ട്, വളരെ ഗ്രൗണ്ടഡ് ആയിട്ട്, വളരെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ വേഷങ്ങളിലേക്ക് ചെയ്യുമ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ ഹണീബി എന്ന് പറയുന്ന സിനിമ അത് വളരെ ഫൺ ഫിലിമാണ്, വളരെ സെലിബ്രേഷൻ കൈൻഡ് ഓഫ് മൂവിയാണ്. പക്ഷെ നിങ്ങൾ 3 തവണ അബു എന്നുള്ള ആ ചിട്ട് തുറക്കുന്ന സമയത്ത് തിയേറ്ററിൽ മൊത്തം ഒരു നിശബ്ദതയായിരുന്നു. സോ അങ്ങനത്തെ വേഷങ്ങൾ, കംപ്ലീറ്റ്ലി പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള വേഷങ്ങൾ, ഇതിൽ ഓവർ ദ ടോപ്പ് ആക്ഷൻ മാസ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ വേഷങ്ങൾ ഇപ്പോൾ വരുന്നുണ്ടോ, അതോ കരിയറിന് അങ്ങനെ ഇങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ അപ്ഗ്രേഡ് കൊടുക്കാനാണോ ബാസിയുടെ തീരുമാനം? എനിക്ക് അങ്ങനെ കമേഴ്ഷ്യൽ അപ്ഗ്രേഡോ അല്ലെങ്കിൽ ഇങ്ങനെ കടയിൽ നിന്ന് മേടിക്കുന്ന പുതിയ ചിക്കൻ റോളോ അങ്ങനത്തെ
അങ്ങനത്തെ ഒരു പ്ലാൻഡ് പരിപാടിയായിട്ട് അങ്ങനെ ചൂസ് ചെയ്യണമല്ലോ. നല്ല കഥാപാത്രമാണോ, ഞാൻ ചെയ്യാത്തതാണോ, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആണോ, എനിക്ക് പൈസ തരുന്നുണ്ടോ, ഞാൻ പണിയെടുക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ അതിൽ കൂടുതൽ കഥ കാണാനൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നാനുള്ള അതിൽ അർത്ഥം ഉണ്ടാവുന്ന ആളിയല്ലേ. എൻ്റെ വശം പറയുകയാണെ. ചിലർ ഭയങ്കര ആലോചിച്ച് ഓക്കെ അങ്ങനെയാണ് അതൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് അങ്ങനെ പ്ലാൻ ചെയ്യാൻ. ഇപ്പോൾ പണ്ട് പഠിക്കുന്ന കാര്യം പറഞ്ഞ പോലെ എനിക്ക് അറിയാമെങ്കിൽ ഓക്കെയാണ്, പഠിച്ചു കഴിഞ്ഞാൽ മറന്നു പോകും, മനസ്സിലായോ? അപ്പോൾ ഇറ്റ്സ് ഡിഫിക്കൾട്ട്. അതിനൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തോ ചെയ്യാൻ ശ്രമിക്കണമെന്നുള്ളൊരു സാധനം എനിക്ക് ഓട്ടോമാറ്റിക്കലി വരും. അതെൻ്റെ ഒരു പരിപാടിയാണ്. ബട്ട് ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ പക്ഷെ കുറെ പേര് ശ്രീധരനെ വളരെ സീരിയസ് ആയിട്ട് ആക്ടിങ്ങിനെ കാണുന്ന ഒരു ആക്ടറായിട്ടാണ് കരുതുന്നത്. ഞാൻ വളരെ സീരിയസ് ആയിട്ട് അഭിനയിക്കുന്നത്. ഞാൻ പറയുന്നത് ഇത് പുള്ളി ചെയ്യുന്ന സ്ഥലങ്ങളെ വളരെ എന്താ പറയുക, വളരെ ബേസിക്കും റിയൽ ആയിട്ടുള്ള അവസ്ഥകളായിരിക്കും. അപ്പോൾ പക്ഷെ ഞാൻ കഥാപാത്രങ്ങൾ അങ്ങനെ ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ അങ്ങനത്തെ അങ്ങനെ പിടിക്കാറില്ല. അങ്ങനെ പിടിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നു. കാരണം നമ്മളിവിടെ ഇപ്പോഴും വളരെ എന്താ നമുക്ക് എല്ലാവർക്കും പ്രൈഡ് തോന്നാവുന്ന രീതിയിലുള്ള സിനിമകൾ ഉണ്ടാക്കണം എപ്പോഴും കേരളത്തിൽ, വിച്ച് ഇസ് അമേസിങ്. അപ്പോൾ അത് തന്നെ മുന്നോട്ട് ചെയ്തു പോകാനാണ് എനിക്ക് താല്പര്യം. എനിക്കതൊരു എന്താ പറയുക, ഇപ്പോൾ പുറത്തെ സിനിമകളെയൊക്കെ പോലെ പ്ലാസ്റ്റിക് ആവാനോ, ഇപ്പോൾ പൊട്ടിത്തെറിക്കണത് CG മറ്റേ ഇറ്റ്സ് ടു പ്ലാസ്റ്റിക് കുറേ കാര്യങ്ങൾ. നമ്മുടെ ഇവിടെ ഇപ്പോഴും നമ്മൾ കറങ്ങി കുത്തി മറിഞ്ഞ് അടിച്ചിടിച്ച് അങ്ങനത്തെ മൂഡാണ്, വിച്ച് ഇസ് ഗ്രേറ്റ്, വിച്ച് ഇസ് സ്റ്റിൽ ഓൾഡ് സിനിമ. അപ്പോൾ ഐ എൻജോയ് ദാറ്റ്. അപ്പോൾ കൂടുതൽ റിയൽ പരിപാടിയിലേക്ക് അതിനെ പിടിക്കാണ്ടിരിക്കുക, കൂടുതൽ എന്താ പറയുക, എന്നെ മനുഷ്യൻ എന്നുള്ള രീതിയിൽ അത് അഫക്റ്റ് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ ഞാനതിന് ഇത്തിരി സൂപ്പർലേറ്റീവായിട്ട് തന്നെ കാണണം. ഓക്കെ, അഭിനയമാണ്, സിനിമയാണ്, മറ്റേ കഥാപാത്രമാണ്, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ സീരിയസ്നെസ്സോ കാര്യങ്ങളൊന്നും അതിൽ കൊടുക്കണം നല്ലതെന്നോ. Are you asking me if my friends betrayed me? Well, I guess you have friends അല്ലേ അങ്ങനത്തെ കൂട്ടുകാർ who betray you. But ഇല്ല മച്ചാനെ, ഇത് സിനിമയല്ലേ. അപ്പോൾ എപ്പോഴും നമുക്ക് കിട്ടുന്ന കഥാപാത്രം നല്ല ഉഗ്രനായിട്ട് ചെയ്യാം. അതിനെ ഏത് എന്താ പറയുക, എന്തൊക്കെ എക്സ്പീരിയൻസ് നിന്ന് പുള്ളി ചെയ്യാൻ പറ്റുമോ അതൊക്കെ പുള്ളി അത്രേ ഉള്ളൂ. അല്ലാണ്ട് എന്താ പറയുക, എൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു, ഈ പടം ഇങ്ങനെയാണ്, ആ മൂടില്ല, ഇങ്ങനെയൊന്നുമില്ല. All right, I think that's it, right? Any more questions? Yes, one സൂര്യ. And ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, നമ്മുടെ ആക്ട്രസ് ഹീറോയിൻ ഈസ് ഹിയർ. എന്തെങ്കിലും ചോദ്യങ്ങൾ ആളുടെ അടുത്ത് ചോദിക്കാനുണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ ആസ്ക് ടു ഹർ. All right. സൂര്യ, ഹൗസ് എക്സ്പീരിയൻസ് പൊങ്കാല എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ആൻഡ് ഏകദേശം എല്ലാം ഫുൾ ക്രൂ പറഞ്ഞു തീർന്നു കാര്യങ്ങളെല്ലാം. ആൻഡ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസിനെ പറ്റി പറയാമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ ഞാൻ ബാസി ചേട്ടൻ്റെ കൂടെയാണ് സീക്വൻസ്. ആൻഡ് ആ സീൻ എനിക്ക് ചേട്ടൻ ഓർമ്മയുണ്ടെന്ന് അറിഞ്ഞു. ഇറ്റ് വാസ് ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ഒരു മെയിൻ സീനായിരുന്നു. ആൻഡ് ഫുൾ ടെൻഷനും കാര്യങ്ങളും ആയിരുന്നു. ലൈക്ക് വോട്ട് ടു ടെൽ ബാസി ബ്രോനെ കാണുമ്പോൾ എന്ത് പറയണം, ഹൗ ആർ യു എന്ന് പറയണോ, സുഖമാണോ എന്ന് ചോദിക്കണോ. അപ്പം ആക്ച്വലി ചേട്ടൻ തന്നെ ഇങ്ങോട്ട് വന്നാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. And he was like, how are you my G, how is everything? So അതിനുശേഷം പിന്നെ ഒരു like shoot was going back to back. And yeah, the crew, the team, everything is amazing. And വിന്നറിനെ പറ്റി പറയാൻ വാക്കുകളില്ല. ആൻഡ് ബാബുരാജ് അങ്കിളാവട്ടെ, ആൻഡ് പിന്നെ നമ്മളെ സോങ്സ് ചെയ്ത രഞ്ജൻ ചേട്ടൻ, ഹന്നാൻ ഷാ ചേട്ടനാണ് നമ്മളൊരു 1 ട്രാക്ക് കവർ ചെയ്തത്. സോ എവറിത്തിങ് വാസ് അമേസിങ്. എല്ലാവരും പടം കാണുക, പടം പൊങ്കാലാക്കുക. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. All right. And any more questions? All right. ലീഡ് ആക്ടർ. Yeah. Yes, please. One more question. Yes. ഈ ഗാങ്സ്റ്റർ ഹലോ ഇവിടെ ഈ ഗാങ്സ്റ്റർ ഡ്രാമകളിലൊക്കെ ചില വിമൻ ക്യാരക്ടേഴ്സ് അവർ ഭയങ്കര മൾട്ടി ലെയർഡും ഗ്രേ ഷെയ്ഡൊക്കെ ഉള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഇപ്പോൾ വടച്ചെന്നൈ ലാൻഡ് റേജറും ഒക്കെ ചെയ്തിട്ടുള്ള ക്യാരക്ടർ അങ്ങനെയൊക്കെയാണ്. സോ അങ്ങനത്തെ ഒരു റൈറ്റിംഗ്, അങ്ങനത്തെ ഒരു ക്യാരക്ടർ പ്ലേസ്മെന്റ് അങ്ങനെ ഉണ്ടോ? ഭയങ്കര ഇന്റൻസ് ആണോ സിനിമയിലെ ക്യാരക്ടർ? അത് സിനിമ കണ്ടിട്ട്
കണ്ടിട്ട് അത് എനിക്ക് അതിൻ്റെ ഒരു ഇത് കളയുന്നില്ല. നിങ്ങൾ സിനിമ കണ്ടിട്ട് കാണും, എൻ്റെ ക്യാരക്ടർ എന്താന്ന് സിനിമ കാണുമ്പോൾ. അതാ ഞാൻ കഷ്ടപ്പെട്ട് കുട്ടീനെ കൊണ്ട് എന്തെങ്കിലും സംസാരിപ്പിക്കണമെന്ന് ഓർത്ത് ചോദിപ്പിച്ച ആ കുട്ടി നല്ല ചോദ്യം ചോദിച്ചിട്ട് അവള് അത് നിങ്ങൾ സിനിമ കാണുമോ. എനിവേ താങ്ക് യു സോ മച്ച് ഡിയർ, താങ്ക് യു സോ മച്ച്. ഇനി സംസാരിക്കാൻ പ്ലീസ്. Okay, എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ഈവനിങ്. താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ. ബാസി ബ്രോനും സാറിനെ ഫസ്റ്റ് കാണുന്നത് ഒരു വെഡിങ് റിസപ്ഷനിൽ വെച്ചിട്ടാണ്. ബാസി ബ്രോയ്ക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. എക്സാക്ട്ലി. അപ്പൊ അന്ന് ഞാൻ അവിടെ വെച്ച് കാണുമ്പോൾ ലൈക്ക് ഒബ്വിയസ്ലി ഇങ്ങനത്തെ ഒരു ലൈക്ക് ബാസി ബ്രോ എന്ന് പറയുമ്പോൾ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ എനിക്ക് അവിടെ വന്ന് നിൽക്കുന്നത് ഹൈ ലെവൽ ആർട്ടിസ്റ്റ് ആയിട്ട് അവിടെ നിൽക്കുക. അപ്പൊ എനിക്കൊരു പേടിയുണ്ട് പോയി കാണാനായിട്ട്. അപ്പൊ ഞാൻ എനിക്ക് പോയി കണ്ട് സംസാരിക്കുന്നൊക്കെ വിചാരിച്ചിരിക്കും. എനിക്കൊരു ഉള്ളിലൊരു പേടിയുണ്ട്. പക്ഷെ ബാസി ബ്രോന്റെ അടുത്ത് വന്നപ്പോൾ ഹലോ ബ്രോ ഹൗ ആർ യു, ഗുഡ് അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ലൈക്ക് ഐ വാസ് ഈസ്റ്റ്. അന്ന് ഞാൻ ബാസി ബ്രോട് പറഞ്ഞു ലൈക്ക് എനിക്കിങ്ങനെ ബാസി ബ്രോന്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നേ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു പോയതാ. അപ്പോഴേ ബിനിൽ സാറെ കണ്ടുമുട്ടുന്നതും പിന്നെ ബിനിൽ സാറായിട്ട് സംസാരിക്കുന്നത്. പിന്നെ 2 മാസത്തിന്റെ ശേഷം പൊങ്കാല ഷൂട്ട് ജോയിൻ ചെയ്യുന്നതും. അപ്പോൾ ബാസി ബ്രോന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. പിന്നെ ബാസി ബ്രോ വാസ് ഓൾവേസ് സപ്പോർട്ടീവ് ആസ് വെൽ. അപ്പോൾ അതിനൊക്കെ ബിഗ് താങ്ക് യു ബിനിൽ സർ, ബിഗ് താങ്ക് യു അനിൽ സർ, ദീപു സർ. പിന്നെ മെയിൻലി എനിക്ക് താങ്ക്സ് പറയുന്നതിൽ എൻ്റെ അച്ഛനോട്. എന്താ വെച്ചാൽ അച്ഛൻ്റെ സാക്രിഫൈസസും സപ്പോർട്ടും ഇല്ലെങ്കിൽ ഇവിടെ ഒരിക്കലും ഉണ്ടാവില്ല. സോ ബിഗ് താങ്ക് യു ടു മൈ ഡാഡ്. പിന്നെ ഈ ഫുൾ ക്രൂ ആസില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ ജാക്സൺ സാറിൻ്റെ എക്സ്പീരിയൻസ് ഇറ്റ് വാസ് ലൈക്ക് ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മേക്കിംഗ് ജാക്സൺ സാറിൻ്റെ ടച്ച് ഫുൾ ത്രൂ ഔട്ട് സിനിമയിൽ ഫുള്ളുണ്ട്. സോ ബിഗ് താങ്ക്സ് ടു ജാക്സൺ സർ, പിന്നെ രഞ്ജൻ സർ, പിന്നെ അഫ്കോഴ്സ് ഹനാൻ ഷാ ആസ് വെൽ. നമ്മുടെ ഈ സിനിമ ഇത്രയോടും വൈറലാക്കിയിട്ടുണ്ട് വിത്ത് ഹനാൻ ഷാ സോങ്. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് ബാസിയുടെ ചെറുപ്പകാലം ചെയ്ത കുട്ടി, ഹലോ, വാട്ട് യു വാണ്ട് ടു സേ? എന്നാ പറയാൻ തോന്നുന്നേ? കോമ്പിനേഷൻ ലൈക്ക് ഇവരിൽ ആരുമായിട്ടായിരുന്നു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നത്? അതായിരുന്നു ആദ്യം അങ്കിളെന്നൊക്കെ പറഞ്ഞു. എൻ്റെ അച്ഛനായിട്ടായിരുന്നു ബാസിയുടെ ചെറുപ്പമായിട്ടാണ് ഞാൻ ചെയ്തത്. ആക്ച്വലി വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ ഇല്ല, എന്നാലും അല്ലല്ല ബാസിയേട്ടനെ ഞാൻ സെറ്റ് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഹീ ഈസ് റിയലി കൂൾ ആക്ച്വലി. എൻ്റെ അടുത്ത് നല്ല മീൻസ് എങ്ങനെ തുടങ്ങും, എങ്ങനെ സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ മീൻസ് തൊട്ടപ്പുറത്തേക്കുന്ന ആളുടെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ബാസിയേട്ടന് നൈസ് കഴിവുണ്ട്. അല്ലല്ല അങ്ങനെയല്ല, അലൻസീറങ്ങളാണെങ്കിലും മീൻസ് ഒരു കെയറിങ് ആയിരുന്നു എല്ലാവരും. ബിനിലേട്ടാണെങ്കിലും അലൻസീറങ്ങളാണെങ്കിലും എല്ലാവരും ഒരു കെയറിങ് തരുന്നുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ടു ബി വിത്ത് ലെജൻഡ്സ്. ഓൾറൈറ്റ്. ആൻഡ് ഹലോ ഡിയർ, എന്താണ് ഇങ്ങനെ മാറിയിരിക്കുന്നത്? എന്താ പറയാനുള്ളത് നമ്മുടെ സിനിമയെ കുറിച്ച്? ഹലോ, ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, മീഡിയക്കാർക്കും എല്ലാവർക്കും നമസ്കാരം. നമ്മളതാണ് ഈ മൂവി എനിക്ക് എൻ്റെ ബാബുചേട്ടനാണ് ഈ ഒരു കൊണ്ടുവരുന്നത്. അതേപോലെ എൻ്റെ അച്ഛനാണ് എൻ്റെ ബാക്ക് ബോൺ. എല്ലാ കാര്യങ്ങളും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം. മൂവി ആക്ച്വലി നൈസ് ഒരു പൊങ്കാലയാണ്. അതൊരു പൊങ്കാല വൈബാണ്. അതായത് നമ്മൾ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ അതൊരു പൊങ്കാലയായി മാറും. അതാണ് നമ്മളെ ടീം ക്രൂസ്, ശ്രീനാഥ് ബാസി സാറായാലും ബാബുരാജ് സാറായാലും എല്ലാവരും ഓക്കെയാണ്. അവരുടെ ടീമും അവരുടെ ക്രൂവും എല്ലാം സപ്പോർട്ടും എല്ലാം ആണ് നമ്മുടെ മൂവി. അതാണ് നമ്മുടെ മൂവി. അതാണ് നമ്മുടെ മൂവി. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്. ആൻഡ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്ലീസ്. ഇല്ല, കണ്ടിന്യൂ ചെയ്യാം. സോ വൈൻഡപ്പ് ചെയ്യാം. So thank you media for a big support and full hearted full support കാണുന്നു പറയുന്നു, വിശ്വസിക്കുന്നു. ആൻഡ് ദുബൈയിൽ വെച്ചായിരുന്നു നമ്മുടെ പാട്ട് റിലീസ് ചെയ്തത്. ഫസ്റ്റ് മ്യൂസിക് ലോഞ്ച് ചെയ്തത്. ആൻഡ് സെക്കൻഡ് നമ്മുടെ പൊങ്കാല ടീമിലെ ഈച്ച് ആൻഡ് എവറി മെമ്പർ, ഞാൻ പൊങ്കാല ടീമിലെ A to Z കാസ്റ്റ്, ഞാൻ ബിൽ തൊട്ട് താഴെ whatever whoever എല്ലാവർക്കും വെരി വെരി ബിഗ് താങ്ക്സ് ഫോർ ദിയർ ഹാർഡ് വർക്ക്. ഞാൻ ഈ സിനിമ എല്ലാവരും പറഞ്ഞാലും ഇത്രയും ഫൈറ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബാക്കിൽ അത്രയും ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു.
So big thanks to each and everyone. So with humble request, എല്ലാവരും പോയി പടം കാണാം, must watch and support us. Thank you so much. And this is the cast and crew of Punkala movie. And ഈ വരുന്ന ഞായറാഴ്ച നവംബർ 30 ബിഗ് സ്ക്രീനിലേക്ക് നമ്മുടെ